അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുന്നതിനായി മുന്നിൽ നിന്ന നിർവാണി അഗാര സന്യാസി മഹന്ത് ധർമ്മദാസ് രാമക്ഷേത്ര നിർമ്മാണ ട്രസ്റ്റിനെതിരെ ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചിരിക്കുകയാണ്. ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ട്രസ്റ്റ് തട്ടിപ്പിനുള്ള കച്ചവട സ്ഥാപനമായി മാറിയെന്നും യഥാർത്ഥ ലക്ഷ്യങ്ങളിൽ നിന്നകന്ന ട്രസ്റ്റിന്റെ പേരിൽ ഇപ്പോൾ ബിസിനസ്സാണ് നടക്കുന്നതെന്നും നിർവാണി അഗാര സന്യാസി മഹന്ത് ധർമ്മദാസ് ആരോപിക്കുന്നു. അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധിയെ തുടർന്ന് രൂപീകരിച്ച ട്രസ്റ്റിൽ വൈഷ്ണവ വിഭാഗത്തിനെ പ്രതിനിധീകരിച്ച ഒരാളെ പോലും നിയമിച്ചിട്ടില്ലെന്നും ധർമ്മദാസ് കുറ്റപ്പെടുത്തുന്നുണ്ട്. സുപ്രീം കോടതി ഉത്തരവിൽ പറയുന്ന യഥാർത്ഥ ലക്ഷ്യങ്ങളിൽ നിന്നകന്ന് ട്രസ്റ്റ് വെറും കച്ചവട കേന്ദ്രമായി മാറിയെന്ന് മഹന്ത് ധർമ്മദാസ് ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ട്രസ്റ്റ് രൂപീകരിക്കേണ്ടത് അയോധ്യയിലായിരുന്നു. ട്രസ്റ്റ് രൂപീകരിക്കുന്നതിന് മുമ്പും ശേഷവും ജനങ്ങൾ ക്ഷേത്ര ഫണ്ടിലേക്ക് നൽകിയ സംഭാവനകളുടെ വിശദാംശങ്ങൾ പുറത്തുവിടുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഏകദേശം 8 മുതൽ 10 കോടി രൂപ വരെയാണ് ട്രസ്റ്റ് കണക്കിൽ കാണിക്കാത്തതെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. ട്രസ്റ്റിന്റെ പേരിൽ കച്ചവടം നടത്തുകയാണ് ഇവരെന്നും മഹന്ത് ധർമ്മദാസ് ശക്തമായി പറഞ്ഞു. 11 ലക്ഷം ഗ്രാമങ്ങളിൽ നിന്നാണ് സംഭാവനകൾ പിരിച്ചത്. ഭഗവാൻ രാമന്റെ പേരിൽ പണം പിരിക്കാൻ ആരാണ് ഇവർക്ക് ഉത്തരവ് നൽകിയതെന്നും ആഗ്രഹിക്കുന്ന അത്രയും വലുപ്പത്തിൽ ക്ഷേത്രം നിർമ്മിക്കാനുള്ള സ്വത്ത് ഭഗവാനുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനോടകം തന്നെ ഒട്ടനവധി തുക സംഭാവനയായി ലഭിച്ചിട്ടുണ്ട്. ഇനിയും എന്തിനാണ് രാമഭഗവാനെ യാചകനാക്കുന്നതെന്നും രാമന്റെ പേര് പറഞ്ഞ് സമൂഹത്തോട് യാചിക്കുകയാണെന്നും ധർമ്മദാസ് പറഞ്ഞു. രാമക്ഷേത്രം നിർമ്മിക്കുന്നതിനായി സംഭാവന തേടുന്നതിനായി 11 ലക്ഷത്തോളം പേരെ കാണുമെന്ന് VHPയുടെ നേതൃത്വത്തിലുള്ള സന്യാസി സംഘടന ഇന്നലെ പറഞ്ഞിരുന്നു. ഇതിനു പിന്നാലെയാണ് ധർമ്മദാസിന്റെ ഈ പ്രസ്താവന. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. Mama's dishwash liquid, soft on hands.